കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 1926 PN പണിക്കർ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര്? ഉത്തരം സനാതനധർമ്മം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വീണപ്പൂവ് എന്ന കവിത രചിച്ച മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. ആശാ കേരളം രചിച്ചത് ആരാണ്? ഉത്തരം കുമാരനാശാൻ. സ്നേഹഗായകൻ എന്നും കുമാരനാശാനെ അറിയപ്പെടുന്നുണ്ട്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയും കുമാരനാശാനാണ്. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന സ്കൂൾ 2014 വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തിന്റെ സ്മാരകമായി PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി പുനർനാമകരണം ചെയ്തു. പുനർനാമകരണം ചെയ്ത ആ സ്കൂൾ ഏതാണ്? ഉത്തരം അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ. കേരളത്തിൽ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത് ഏതു വർഷം മുതലാണ്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യ സമാഹാരത്തിന്റെ കർത്താവ് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ദേശീയ ഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഉമാ കേരളം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ഉള്ളൂർ. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1995. MT വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി നാലുകെട്ട്. കന്നിക്കൊയ്ത്ത് രചിച്ചത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി. പൊക്കമില്ലായ്മയാണ് പൊക്കം എന്ന് പ്രഖ്യാപിച്ച കുറിയ മനുഷ്യൻ? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിൽ അന്ന് ആറ്റുനോറ്റിട്ടൊരുണ്ണി പിറന്നു. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഇടശ്ശേരി. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ശക്തിയുടെ കവി, ഗ്രാമീണ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഇടശ്ശേരി. വയനാടൻ പശ്ചാത്തലത്തിൽ കോന്തല എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. രവീന്ദ്ര സംഗീതം ആവിഷ്കരിച്ച മഹാകവി? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള കവി? ഉത്തരം G ശങ്കരക്കുറുപ്പ്. ഈ ലോകം കാണുന്നേരം മോക്കാനം വന്നിടുന്നുണ്ടെങ്കിലും ഛർദിക്കുവാൻ വയ്യന്റെ മുഖത്താകും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. കതിര് കാണാ കിളി, അൾത്താര, ഇരുമ്പുമറ എന്നിവ ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ രചിച്ച നാടകങ്ങളാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം പൊൻകുന്നം വർക്കി. ഏതു ദിവസമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് PN പണിക്കർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തകനായി മാറുകയും ചെയ്തു. ഏതാണ് ആ പ്രസ്ഥാനം? ഉത്തരം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി. PN പണിക്കരുടെ ചരമദിനം? ഉത്തരം 1995 ജൂൺ 19. PN പണിക്കരുടെ ചരമദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും ജൂൺ 19 കേരളത്തിൽ വായനാ ദിനമായി ആചരിച്ചു വരുന്നത്. PN പണിക്കരോടുള്ള ആദര സൂചകമായി പോസ്റ്റൽ വകുപ്പ് 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19.
വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പുസ്തകം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം റെഡ് ഡേറ്റ ബുക്ക്. മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 2007. എന്നുടെ ഭാഷ താൻ എന്നുടെ വീട്ടമ്മയന്യാം ഭാഷാ വിരുന്നുകാരി എന്ന് പാടിയ കവി? ഉത്തരം വള്ളത്തോൾ. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഈ വരികൾ ആരാണ് രചിച്ചത്? ഉത്തരം അക്കിത്തം. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഈ വരികൾ ആരുടെ തൂലികയിൽ നിന്നാണ്? ഉത്തരം വൈലോപ്പിള്ളി. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. എന്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് രചിച്ച കവിതയാണ് എന്റെ ഗുരുനാഥൻ. കേരള പാണിനി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? ഉത്തരം AR രാജരാജവർമ്മ. PN പണിക്കരുടെ ജന്മദിനം? ഉത്തരം 1909 മാർച്ച് 1. സുകുമാർ അഴീക്കോട് PN പണിക്കരെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? ഉത്തരം നമ്മുടെ നാടിനെ ജ്ഞാനപ്രകാശത്തിലേക്ക് നയിച്ച സൂപ്പർ വൈസ് ചാൻസലർ. മലയാളത്തിലെ ആദ്യത്തെ നോവലായാണ് ഇത് അറിയപ്പെടുന്നത്. ഏതാണ് ഈ കൃതി? ഉത്തരം അപ്പു നെടുങ്ങാടിയുടെ കുന്തലത. കിളിപ്പാട്ടിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം എഴുത്തച്ഛൻ. തകഴി ശിവശങ്കരപ്പിള്ള ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച കൃതി? ഉത്തരം കയർ. കണ്ണട എന്ന കവിതയിലൂടെ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ കവി? ഉത്തരം മുരുകൻ കാട്ടാക്കട. അന്യജീവനൊതുകി സ്വജീവിതം ധന്യമാക്കുമമലെ വിവേകികൾ. ആരുടേതാണ് ഈ വരികൾ? ഉത്തരം കുമാരനാശാൻ. ആരോഗ്യ ചിന്താമണി എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ രചനയാണ്. ആരാണ് അദ്ദേഹം? ഉത്തരം ജവഹർലാൽ നെഹ്റു. കഥ എഴുതിയതിന്റെ പേരിൽ തടവ് ശിക്ഷ ലഭിച്ച മലയാള സാഹിത്യകാരൻ? ഉത്തരം പൊൻകുന്നം വർക്കി. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച PN പണിക്കരുടെ ചരമദിനം ഏതു ദിനമായാണ് നാം ആചരിക്കുന്നത്? ഉത്തരം വായനാ ദിനം. 1972 ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പണിക്കരുടെ നേതൃത്വത്തിൽ സംഘടിക്കപ്പെട്ട സാംസ്കാരിക ജാഥ കേരള ചരിത്രത്തിലെ പ്രധാന ഏടുകളിലൊന്നാണ്. ഈ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. PN പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ഉത്തരം അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഏപ്രിൽ 23. ഷേക്സ്പിയറിന്റെ ചരമദിനമാണ് ലോക പുസ്തക ദിനമായി ആചരിച്ചു വരുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം? ഉത്തരം തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി? ഉത്തരം ഉള്ളൂർ S പരമേശ്വരയ്യർ. യുദ്ധവും സമാധാനവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയി. ഒരു കവിയുടെ ഡയറി ആരുടെ ആത്മകഥയാണ്? ഉത്തരം വയലാർ രാമവർമ്മ. പ്രശസ്ത സാഹിത്യകാരനായ ആനന്ദിന്റെ യഥാർത്ഥ പേര്? ഉത്തരം P സച്ചിദാനന്ദൻ. ഒന്നൊന്നെങ്ങനെ എഴുതാം, വളവും വേണ്ട ചരിവും വേണ്ട, കുത്തനെ ഒരു വര കുറിയ വര. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. ഭൂമിയുടെ അവകാശികൾ ആരുടെ കൃതിയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ബോബനും മോളിയും ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം ടോംസ്.
2019 ജനുവരിയിൽ കുമാരനാശാന്റെ ഏത് കൃതിയുടെ 100ാം വാർഷികമാണ് ആഘോഷിച്ചത്? ഉത്തരം ചിന്താവിഷ്ടയായ സീത. ബാലഗംഗാധര തിലകന്റെ പ്രധാന കൃതി ഏതാണ്? ഉത്തരം ഗീതാരഹസ്യം. കുഞ്ഞുണ്ണി മാഷിന്റെ ആത്മകഥ. ഉത്തരം എന്നിലൂടെ. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക ആരുടെ വാക്കുകളാണ്? ഉത്തരം PN പണിക്കർ. സ്വന്തം ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ആസ്വാദികരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹിത്യരൂപം? ഉത്തരം ആത്മകഥ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മാതൃസ്നേഹം വിഷയമാക്കിയ ഇടശ്ശേരി കവിത? ഉത്തരം ഭൂതപ്പാട്ട്. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരം. ദൈവദശകം രചിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആരുടെ കവിതകളാണ് മാതൃത്വത്തിന്റെ കവിതകൾ എന്ന് വിളിക്കുന്നത്? ഉത്തരം ബാലാമണിയമ്മ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഉത്തരം PN പണിക്കർ. SK പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന നോവൽ ഏത് തെരുവിന്റെ കഥയാണ് പറയുന്നത്? ഉത്തരം മിഠായി തെരുവിന്റെ. ലോക പ്രശസ്തമായ കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസ് ആരുടെ സൃഷ്ടിയാണ്? ഉത്തരം വാൾട്ട് ഡിസ്നി. ചിത്രയുഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. SK പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച വർഷം? ഉത്തരം 1980. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഏണിപ്പടികൾ ആരുടെ കൃതിയാണ്? ഉത്തരം തകഴി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്ന് പാടിയത് ആരാണ്? ഉത്തരം കുമാരനാശാൻ.